ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ച മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് എയിംസ് എന്നുള്ളത്. സുരേഷ് ഗോപി പറയുകയുണ്ടായി 2016 മുതൽ തന്നെ സുരേഷ് ഗോപി എയിംസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും ആ സ്ഥലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ടെന്നും എന്നാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രാദേശികവാദം മൂലം അദ്ദേഹം സുരേഷ് ഗോപി പറയുന്ന സ്ഥലത്ത് എയിംസിന് വേണ്ടി സ്ഥലം കൊടുക്കുന്നില്ല എന്നും പകരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറ്റൊരു സ്ഥലമാണ് പറയുന്നതെന്നും അത് അദ്ദേഹത്തിൻ്റെ പ്രാദേശികവാദം മൂലമാണ് അദ്ദേഹം ആ സ്ഥലം പറയുന്നതെന്നും സുരേഷ് ഗോപി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സുരേഷ് ഗോപി ഏത് സ്ഥലമാണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല, പക്ഷേ പല സൂചനകൾ നൽകുന്നുണ്ട്. പക്ഷേ ആ സൂചനകളെല്ലാം ഘടകവിരുദ്ധമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ആദ്യം സുരേഷ് ഗോപി പറഞ്ഞത് ഈ സ്ഥലത്ത് ടൂറിസത്തിൻ്റെ സാധ്യതയുണ്ട്, അതുപോലെ വിമോചന സമരം മൂലം ഈ സ്ഥലം വിഘടിച്ചു പോയ അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാതെ പോയ ഒരു സ്ഥലമാണെന്നും അങ്ങനെയാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുരേഷ് ഗോപി മറ്റൊരു കാര്യം പറയുന്നത് തിരുവനന്തപുരവും കൊല്ലവും അല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ വിമോചന സമരത്തിൻ്റെ അലയൊലികൾ ഉണ്ടായ ജില്ല എന്ന് പറയുന്നത് കോട്ടയവും എറണാകുളവും അല്ലെങ്കിൽ ആലപ്പുഴയും ഒക്കെയാണ്. ഇതിൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ടത് ആലപ്പുഴയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളൊക്കെ ആദ്യം വിചാരിക്കുന്നത് ആലപ്പുഴ ആണെന്നാണ്. അപ്പോൾ ആലപ്പുഴയാണ് പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രം കേരളത്തിൽ, പ്രത്യേകിച്ച് വിമോചന സമരം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാർട്ടി അനുഭാവികളുള്ള ഒരു സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ അത് ഡെവലപ്പായിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സുരേഷ് ഗോപിയുടെ സംസാരം. അപ്പോൾ നമുക്ക് ആദ്യം വിചാരിച്ചു അത് ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴയ്ക്ക് കൃത്യമായ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയില്ല എന്ന് തോന്നി. അപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്താവുന്ന ഒരു സ്ഥലമാണ്. ടൂറിസം ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നത് വയനാടാണോ, അതായത് ആ ജനതയെ മനുഷ്യരായിട്ട് കാണണമെന്നും അങ്ങനെയൊക്കെ സുരേഷ് ഗോപി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നത് വയനാടാണോ എന്ന് തോന്നും. ഇനി അത് ഇടുക്കിയാണോ എന്ന് നമുക്ക് തോന്നും. കാരണം ഇടുക്കിയും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യത, തമിഴ്നാടൊക്കെ നേരിട്ട് ബന്ധപ്പെടാൻ സാധ്യതയുള്ള ജില്ലയാണ്. അപ്പോൾ ഇത് ഏത് ജില്ലയാണ് സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. സുരേഷ് ഗോപിയിൽ നിന്ന് പറയുന്നതിൽ തന്നെ പല ഘടകര വിരുദ്ധമായ ഫാക്ട്സ് ഉണ്ട്. ഒരു കാര്യം ഉറപ്പിക്കാം, സുരേഷ് ഗോപി പറയുന്ന ജില്ല തിരുവനന്തപുരവും കൊല്ലവും അല്ല എന്നുള്ളത്. അത് അദ്ദേഹം തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മറ്റ് ജില്ലകൾ ഏതാണെന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ജില്ല പറയാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വെറുതെ ഒരു സസ്പെൻസ് വയ്ക്കാനാണോ, ഇനി അദ്ദേഹത്തിന് തന്നെ 3-4 ജില്ലകളായ അദ്ദേഹത്തിന് മനസ്സിലുണ്ടോ? അതുകൊണ്ടായിരിക്കും ഒരു ജില്ലയെ നേരിട്ടെടുത്ത് പറയാൻ അദ്ദേഹത്തിന് സാധിക്കാത്തത്. അപ്പോൾ ഇവിടെ വന്നാലും അദ്ദേഹം പറയുന്ന ജില്ല, അതായത് കോഴിക്കോടല്ല എന്ന് ഉറപ്പിക്കാം. കാരണം കോഴിക്കോടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് കണ്ടെത്തിയിട്ട സ്ഥലം കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് എയിംസ് വരാനാണ് സാധ്യത എന്നാണ് നമ്മൾക്ക് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇനി കോഴിക്കോട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയാണെങ്കിൽ സുരേഷ് ഗോപി പറയുന്ന ജില്ല വയനാടോ ആലപ്പുഴയോ ഇടുക്കിയോ, ഈ 3 ജില്ലയിൽ ഏതെങ്കിലും ഒന്നാണ് സാധ്യത, കാരണം അദ്ദേഹം പറയുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആലപ്പുഴയ്ക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞ ഫാക്ട്സ് അല്ലെങ്കിൽ ഹിൻഡുകൾ നമുക്ക് ആലപ്പുഴയാന്ന് തോന്നിക്കുന്ന ഹിൻഡുകൾ ചിലത് ആലപ്പുഴയാന്ന് തോന്നില്ല. മറ്റ് ജില്ലകൾ, മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്ന ജില്ല എന്നൊക്കെ പറഞ്ഞാൽ വയനാടാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല. അപ്പോൾ വയനാടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ വിമോചന സമരം പറയുമ്പോൾ വയനാട് വരില്ല. അങ്ങനെ പല കാരണങ്ങളുണ്ട്, പല ഘടകവിരുദ്ധമായിട്ടാണ് സുരേഷ് ഗോപി പറയുന്നത്. എനിക്ക് സുരേഷ് ഗോപിയുടെ മനസ്സിൽ 3-4 ജില്ലയുണ്ടായേക്കാം. തൃശ്ശൂരല്ലാന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ തൃശ്ശൂരും എറണാകുളമൊന്നും അല്ലെങ്കിൽ പിന്നെ ഏതാണ് ജില്ല? മലപ്പുറം ആവാൻ സാധ്യതയില്ല. കോഴിക്കോടിന് അദ്ദേഹം അംഗീകരിക്കുന്നില്ല, കോഴിക്കോട് വരുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമില്ല. അപ്പോൾ സുരേഷ് ഗോപിയുടെ താല്പര്യം എനിക്ക് തോന്നുന്നത് ഈ 3 ജില്ലയായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മലബാറിൽ എവിടെയെങ്കിലും വരികയാണെങ്കിൽ മലബാറിൻ്റെ ഡെവലപ്മെൻറ്റിനെ അത് സ്വാഭാവികമായിട്ടും മലബാറിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ അത് സഹായിക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ അത് ഏറ്റവും നല്ല ജില്ല കോഴിക്കോടാണ്. കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും മലപ്പുറത്തും പാലക്കാടും ഉള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന്, തൃശ്ശൂരൊക്കെ ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് കോഴിക്കോടൊക്കെ എത്താൻ സാധിക്കും. കേരളത്തിൻ്റെ തെക്കൻ മേഖലയിൽ ഒരു പരിധിവരെ വലിയ ഡെവലപ്മെൻറ്റ്സ് നടന്നിട്ടുണ്ട്. വടക്കൻ മേഖലയിലാണ് ഇങ്ങനെയുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇല്ലാത്തത്. നമുക്കിനെ ആലോചിച്ചാൽ മനസ്സിലാവും, കേരളത്തിൻ്റെ ഭരണസ്ഥിര കേന്ദ്രം തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നിലേക്ക് കാസർഗോഡ് ഒരാൾക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. എറണാകുളമാണ് ഹൈക്കോടതി. അവരത്രയും യാത്ര ചെയ്തിട്ടാണ് കാസർഗോഡ് നിന്ന് ഒരാൾ തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ. നമ്മൾ ആലോചിക്കേണ്ട, തിരുവനന്തപുരംകാർക്കും അല്ലെങ്കിൽ മറ്റ് ജില്ലക്കാർക്കും ഒരിക്കലും കാസർഗോഡേക്ക് ഒരു യാത്ര ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഇതൊരു ഇക്വിറ്റബിൾ അല്ല എന്ന് പണ്ടേ നമ്മൾ പറയുമായിരുന്നു. കേരളത്തിൻ്റെ ഒരു അറ്റത്ത് പോയിട്ടാണ് കേരളത്തിൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റ്സും നടന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട എല്ലാ സർക്കാർ ഓഫീസുകളും എല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ തിരുവിതാംകൂർ ലോബിയുടെ ഭാഗമായി സംഭവിച്ചതാണ്. പിന്നെ പല കാരണങ്ങളുണ്ടായേക്കാം, രാജവംശമൊക്കെ ബന്ധപ്പെട്ട് തിരുക്കൊച്ചിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാകും. പക്ഷേ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു സെൻട്രൽ ഏരിയയ്ക്ക് വരുന്നതാണ് കുറച്ചുകൂടി ഗുണം ചെയ്യുക. കാരണം എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാനൊക്കെ സാധിക്കും. അപ്പോൾ ആക്സസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ കേരളത്തിൽ സുരേഷ് ഗോപി പറയുന്നത്, കേരളത്തിൽ എവിടെയെങ്കിലും എയിംസ് വന്നാൽ മതിയല്ലോ. സുരേഷ് ഗോപി എന്തിനാണ് ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത്? അല്ലെങ്കിൽ സുരേഷ് ഗോപി പറയുന്നതിൽ പിന്നെ ലോജിക്ക് എന്താണ്? കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? എവിടെയെങ്കിലും ഒരു എയിംസ് വരിക എന്നുള്ളതല്ലേ. എനിക്ക് തോന്നുന്നത് ഈ സ്ഥലം എന്തിനാണ്? കേന്ദ്ര സർക്കാരിൻ്റെ ഡ്യൂട്ടി എന്താണ്? എയിംസ് നൽകുക എന്നുള്ളത് മാത്രമാണ്. ആ എയിംസിന് സ്ഥലം കണ്ടെത്തേണ്ടത് കേരളമാണ്. കേരളം അങ്ങനെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഓൾറെഡി. കോഴിക്കോട് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ അത് അക്യൂർ ചെയ്യാൻ സാധിക്കും. അത് എന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ പറയാതല്ലാതെ ഒരു എയിംസ് കേരളത്തിന് നൽകിയാൽ അത് എവിടെ വേണമെന്ന്
തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം അല്ലെ അവകാശം കേരള ഗവൺമെൻറ്റിനാണ്. അത് കേരള ഗവൺമെൻറ്റിന് വിടുകയാണ് വേണ്ടത്. ആർക്കാണ് പ്രാദേശികവാദമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. കേരളത്തിന് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പ്രാദേശികവാദമുണ്ട് എന്ന് കരുതാൻ സാധിക്കില്ല. അദ്ദേഹം ഏറ്റവും നല്ല പ്രോപ്പറായ ഒരു സ്ഥലം കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. സുരേഷ് ഗോപി എന്തിനാണ് ഇങ്ങനെ ഉള്ള ചില സംസാരങ്ങൾ നടത്തുന്നത്? ഈ വിഷയം ലൈംലൈറ്റിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. 8 കൊല്ലം ഈ ഒറ്റ വിഷയം, സ്ഥലം അങ്ങോട്ട് മാറുന്നതിന് 2016 മുതൽ സുരേഷ് ഗോപി ശ്രമിക്കുന്നതാണ്. 8 വർഷം കേരളത്തിന് എയിംസ് നിഷേധിച്ചത് കോഴിക്കോട് എയിംസ് വരാതിരിക്കാൻ വേണ്ടിയാണോ, അതോ മറ്റ് താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ എയിംസ് വരാൻ വേണ്ടിയാണോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണും. വയനാട്ടിലാണെങ്കിൽ നമ്മൾ ആലോചിക്കുക, എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ വയനാട്ടിലേക്ക് എത്താൻ പറ്റില്ല. വയനാടിനെ മാത്രമേ അത് സഹായിക്കുള്ളൂ. ചുരം കയറി എല്ലാവർക്കും എത്താൻ സാധിക്കില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇടുക്കിയിലാണെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. ആലപ്പുഴയിലാണെങ്കിൽ കാസർഗോഡ് നിന്ന് ഒരാൾ ആലപ്പുഴ എത്തണമെങ്കിൽ എത്ര സമയമെടുക്കും? ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ കോഴിക്കോടാണ് സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ പാലക്കാടാണ് അദ്ദേഹം സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ ആലോചിക്കാം. സെൻറ്റർ പോയിന്റിൽ ഇപ്പോൾ ഷൊർണൂറൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ട്രെയിൻ ആക്സസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെയൊക്കെ സമ്മതിക്കാം. പക്ഷേ അദ്ദേഹം ആ പറഞ്ഞ ഹിൻഡുകളിലൊന്നും തന്നെ പാലക്കാടോ അല്ലെങ്കിൽ തൃശ്ശൂരോ ഇല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. മലപ്പുറം ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞ സ്ഥലം എനിക്ക് തോന്നുന്നത് ഇടുക്കിയോ വയനാടോ അല്ലെങ്കിൽ ആലപ്പുഴയാണ്. സാധ്യത ആദ്യം നമുക്കും തോന്നിയത് ആലപ്പുഴയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞ ഹിന്ദു വെച്ച് നോക്കിയാൽ അത് വയനാടുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഏത് ജില്ലയും ആവാം. പക്ഷേ വയനാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വയനാട് ജനതയ്ക്കല്ലാതെ മറ്റുള്ളവർക്ക് വലിയ ഗുണം കിട്ടും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. യാത്ര ചെയ്ത് വരുന്നതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ പ്രശ്നമാണ്, അല്ലാണ്ട് വയനാട് ജില്ലയുടെ കുഴപ്പമല്ല. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എവിടെയാണ് എയിംസ് വരുന്നാൻ സാധ്യത എന്നുള്ളത്. എവിടെ വന്നാലും കേരളത്തിൽ വരട്ടെ വളരെ പെട്ടെന്ന് എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, സുരേഷ് ഗോപി എവിടെയെങ്കിലും വന്നാൽ മതി. അല്ല സുരേഷ് ഗോപി വിചാരിക്കുന്ന സ്ഥലത്ത് തന്നെ എയിംസ് വരണം, അല്ലെങ്കിൽ ഇവിടെ എയിംസ് വേണ്ട എന്ന തീരുമാനം സുരേഷ് ഗോപി എടുക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.